എവിടെ പോവാ? കനാലിലോ? കല്യാണിയമ്മയുടെ പറച്ചിൽ കേട്ടാൽ തോന്നും നാട്ടിലെ കനാലിലൊന്നും അടിച്ചു നരച്ച് കുളിക്കാൻ പോകുന്നുള്ള ലാഘവത്തിലാണ് പറയുന്നത്. പക്ഷെ നമ്മളിവിടെ ഷാർജയില് അള്ളയ വാട്ടർ കനാലിൽ പോവുകയാണ്. ഒരു സായന്തനത്തിന് മുമ്പ് എത്തണമെന്ന് വിചാരിച്ചെങ്കിലും ഈ കുഞ്ഞുകുട്ടി പരാധീനങ്ങളെയൊക്കെ വാരിക്കൂട്ടി ഇറങ്ങിയപ്പോഴത്തേക്കിന് സായന്തനം ചെറുതായിട്ടൊന്ന് ഡാർക്കായി. എന്നാലും പോട്ടെ, ഒരു നൈറ്റ് വ്യൂ ഒക്കെ പിടിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ കനാലിൽ ചെന്നു. അത് നല്ലൊരു മികച്ച തോന്നലായിപ്പോയി. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് ചെയറൊക്കെ ഉണ്ടായിരുന്നു, അവിടെ പോയിരുന്ന് ഈ കുട്ടി പട്ടാളങ്ങൾ കുറച്ച് നാളായിട്ട് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു മോമോസ് ഉണ്ടാക്കി തരുമോ, മോമോസ് ഉണ്ടാക്കി തരാമോ. എങ്കിൽ പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മളെല്ലാം കഴിച്ചു. ഫസ്റ്റ് പരീക്ഷണമായിരുന്നെങ്കിലും അത് സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ എന്നുള്ള അവകാശവാദമില്ല, കാരണം ഷേപ്പ് അത്ര ഓക്കെ ആയിരുന്നില്ല. അങ്ങനെ മോമോസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവരും ഭയങ്കര എനർജറ്റിക്കായി, എല്ലാം കൂടെ ഭയങ്കര കളിയായിരുന്നു. ആ ഓടുന്ന മുതൽ ഇവരുടെ അമ്മാവനാണ്, ഇതുവരെ അവൻ്റെ അച്ഛനും. പണ്ടൊക്കെ അമ്മാവൻ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അത്യാവശ്യം നല്ല പേടിയുള്ള ആൾക്കാരായിരുന്നു. പേടിയല്ല, ഒരു ബഹുമാനവും പേടിയും ഒക്കെ ഉണ്ടായിരുന്നു. ചിലവർക്ക് അച്ഛനെക്കാട്ടി പേടിയായിരുന്നു മാമനെ. ഇപ്പോഴത്തെ മാമന്മാരെല്ലാം ഭയങ്കര വൈബ് മാമന്മാരാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഷെയ്ഖ് സായിദ് റോഡ് വഴി ഒരു ഡ്രൈവ് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഷാർജയിലായതുകൊണ്ട് നമ്മൾ അധികം ഈ റൂട്ടിലോട്ട് പോകാറില്ല, കാരണം അത്യാവശ്യം നല്ല ട്രാഫിക് എല്ലാ വീക്കെൻഡിലും കാണുമല്ലോ. എനിക്കും ചേച്ചിക്കും പിള്ളേർക്കും ഒക്കെ ഈ നൈറ്റ് വ്യൂ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവർ ട്രാഫിക്കാന്ന് പലപ്പോഴും പറഞ്ഞ് ഞങ്ങളെ ഒഴിവാക്കാറുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ ഒരു KFCയുടെ ബക്കറ്റും വാങ്ങിച്ച് വീട്ടിലെത്തി മരണമാസം മൂവി കണ്ട് ഇന്നത്തെ ദിവസത്തെ വീക്കെൻഡ് പരിപാടി അവസാനിപ്പിച്ചു. എല്ലാത്തിലും